കേരളം കണ്ട ഏറ്റവും വലിയ സിന്തറ്റിക് ലഹരി വേട്ടയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് പന്തീരങ്കാവ് MDMA കേസുമായി ബന്ധപ്പെട്ട് എക്സൈസ് പുറത്തുവിട്ടത്. എല്ലാ മാസവും 20 കിലോ MDMA കേരളത്തിലേക്ക് കടത്തുന്ന സംഘമാണ് പിടിയിലായത്. വലിയ അധോലോകമായി മാറുക എന്നതായിരുന്നു പ്രതികളുടെ ലക്ഷ്യം. ഇവരെ പിടികൂടാൻ 5 സംസ്ഥാനങ്ങളിലായി കിലോമീറ്ററുകളോളം ദൂരമാണ് എക്സൈസിന്റെ പ്രത്യേക അന്വേഷണ സംഘം ജീപ്പിൽ മാത്രം യാത്ര ചെയ്തത്. ഏപ്രിൽ മാസം കോഴിക്കോട് പന്തീരങ്കാവിൽ 2 പേർ കാറിൽ കടത്തിയ MDMA പിടികൂടിയതാണ് ലഹരി സംഘങ്ങളുടെ വലിയ ശൃംഖലയിലേക്ക് എക്സൈസിനെ എത്തിച്ചത്. 1ഉം 2ഉം പ്രതികളായ ഷഹീഖ്, ഫാത്തിമ നസ്രീൻ എന്നിവരിൽ നിന്നുമാണ് ഇവർ സഞ്ചരിച്ച കാറിന്റെ ഉടമ മലപ്പുറം സ്വദേശി ഉമർ ഫാറൂഖിലേക്ക് അന്വേഷണമെത്തിയത്. ഇയാളിൽ നിന്നുമാണ് കടത്തിന്റെ ബുദ്ധികേന്ദ്രമായ മുഹമ്മദ് മുസ്തഫ എന്ന ബിലാലിനെ ഗോവയിൽ നിന്നും പിടികൂടിയത്. മുഹമ്മദ് മുസ്തഫ എന്ന വ്യക്തി മയക്കുമരുന്ന് സാമ്രാജ്യം സൃഷ്ടിക്കുന്നതിനാണ് ബിലാൽ എന്ന പേര് സ്വീകരിച്ചത്. 20 കിലോ MDMA ബിലാലിന്റെ നേതൃത്വത്തിൽ എല്ലാ മാസവും കേരളത്തിലേക്ക് എത്തിച്ചിരുന്നു. ബിലാൽ നേതൃത്വം നൽകിയ KB കാർട്ട് എന്ന കൺസോർഷ്യത്തിലേക്കും ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട പണം പോയി. ഈ മുഹമ്മദ് ഷഫീഖ്, ബിലാൽ, അതുപോലെ തന്നെ ഉമർ ഫറൂഖ്, ഇവർ 3 ആളും ചേർന്ന് KB കാർട്ടിൽ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് അതാണ് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. അതിനകത്ത് കിട്ടുന്ന ഈ പ്രോഫിറ്റുകളെല്ലാം ആ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഇട്ട് അവർ ഡെവലപ്പ് ചെയ്ത് വരുന്നത്, അതായത് എന്താ പറയുക, അവർ ഇതിനകത്ത് ഡോണായി മാറുന്നതിനുള്ള, അങ്ങനെയാണ് നമുക്ക് ആ വാട്സപ്പ് ചാറ്റുകളൊക്കെ പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കിട്ടുന്ന പ്രോഫിറ്റ് പിന്നെയും ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഡംപ് ചെയ്യണം, അങ്ങനെ അവർ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് രാജസ്ഥാൻ, പശ്ചിമ ബംഗാൾ, നേപ്പാൾ, തെങ്കാശി, ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ കൂടുതൽ പ്രതികൾക്കായി അന്വേഷണ സംഘം പോയി. ഇവിടങ്ങളിൽ നിന്നുമാണ് ഹിരൺ, ആരോമൽ, റംസിയ, നൌഷാദ്, സന്ദേശ് മോഹൻ വാഗെ തുടങ്ങിയ പ്രതികളെ പിടികൂടിയത്. എല്ലാ പ്രതികളുടെയും കൈവശം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ചിത്രങ്ങളുണ്ടായിരുന്നു. മാധ്യമങ്ങളിൽ നിന്നുൾപ്പെടെ ശേഖരിച്ചതാണ് ചിത്രങ്ങൾ. അന്വേഷണ സംഘം മഫ്തിയിൽ പോയാലും തിരിച്ചറിഞ്ഞ് ഇവിടെ നിന്നും രക്ഷപ്പെടാനാണ് ചിത്രങ്ങൾ ഉപയോഗിച്ചത്. ഇതിനെ തുടർന്ന് അതീവ രഹസ്യമായാണ് അന്വേഷണ സംഘം നീങ്ങിയത്. പിടിയിലായ സമയം SITക്ക് പ്രതികൾ വലിയ തുക വാഗ്ദാനം ചെയ്തു. ഇത് ഫലം ചെയ്യാതായതോടെ കൊലപ്പെടുത്തുമെന്ന ഭീഷണിയുമുണ്ടായി. 1500 കിലോമീറ്റർ ദൂരമാണ് അന്വേഷണ സംഘം പ്രതികൾക്ക് വേണ്ടി സഞ്ചരിച്ചത്. കേസിൽ നിർണായകമാകുമെന്ന് കരുതുന്ന നൈജീരിയൻ സ്വദേശി ഇമ്മാനുവൽ അഫാമിന് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ SIT. ഇയാൾ ഒളിവിൽ കഴിയുന്ന സ്ഥലങ്ങളെക്കുറിച്ച് സൂചന ലഭിച്ചതായാണ് വിവരം. നന്ദഗോപാൽ, മീഡിയ 1, കോഴിക്കോട്.